നമസ്കാരം. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ മാനുഷിക പരിഗണനകളെപ്പോലും വിസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഭീകരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മരുന്നുകളും മറ്റ് അത്യാവശ്യ ജീവൻ രക്ഷാ സാമഗ്രികളും ശേഖരിക്കാനായി പുറപ്പെടാനിരുന്ന ഇറാന്റെ വിമാനത്തിന് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴിതെളിച്ചിരിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന സാധാരണ ജനതയ്ക്ക് ആശ്വാസമേകാനുള്ള ശ്രമങ്ങളെപ്പോലും സൈനിക നടപടികൾ വഴി തടസ്സപ്പെടുത്തുന്നത് സമാധാനകാംക്ഷികളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. നയതന്ത്ര ചർച്ചകൾക്കും മാനവികതയ്ക്കും മുകളിൽ ആയുധങ്ങൾ ശബ്ദിക്കുമ്പോൾ ഒരു വലിയ ജനതയുടെ അതിജീവനം തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഇന്ത്യയിലേക്ക് പറക്കാനിരുന്ന വിമാനം അമേരിക്കൻ മിസൈൽ ആക്രമണത്തിന് ഇരയായത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഇറാന്റെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ നൽകി വരുന്ന മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനായി നിശ്ചയിച്ചിരുന്ന വിമാനമാണിത്. ഈ മാസം ആദ്യം ഇന്ത്യ അയച്ച ആദ്യഘട്ട സഹായങ്ങൾ ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി സ്വീകരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി കൂടുതൽ മരുന്നുകളും ചികിത്സാ സാമഗ്രികളും ദില്ലിയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് വിമാനത്തിലുണ്ടായ ആക്രമണത്തിലൂടെ തകർക്കപ്പെട്ടത്. യുദ്ധരംഗത്തെ പരിക്കേറ്റവർക്കും രോഗികൾക്കും ലഭിക്കേണ്ടിയിരുന്ന സഹായം തടയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. മാഹൻ എയർലൈൻസിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ വിമാനത്തിന് നേരെ നടന്ന ആക്രമണം കേവലം സൈനികമായ ഒരു പിഴവായി കാണാൻ കഴിയില്ല. മേഖലയിലെ പ്രധാന എയർപോർട്ടുകളെയും തന്ത്രപ്രധാനമായ ലൊക്കേഷനുകളെയും ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ വിപുലമായ ആക്രമണ പദ്ധതികളുടെ ഭാഗമാണ് മഷാദിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയത്. എങ്കിലും സിവിലിയൻ വിമാനങ്ങളും ദുരിതാശ്വാസ ദൗത്യങ്ങളും ആക്രമിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദം ശക്തമാണ്. ഈ സംഭവത്തെ യുദ്ധക്കുറ്റം എന്നാണ് ഇറാന്റെ സിവിൽ ഏവിയേഷൻ വിഭാഗം വിശേഷിപ്പിച്ചത്. സിവിലിയൻ ലക്ഷ്യങ്ങളെയും മാനുഷിക സഹായ ദൗത്യങ്ങളെയും മാറ്റി നിർത്തണമെന്ന 1944 ഷിക്കാഗോ കൺവെൻഷനിലെയും ജനീവ കരാറിലെയും നിർദ്ദേശങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളിൽ സാധാരണക്കാർക്കും രോഗികൾക്കും ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ തടസ്സപ്പെടുന്നത് വലിയ നൈതിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അങ്ങേയറ്റം ഗൗരവകരമാണ്. ദില്ലിയിലേക്കുള്ള വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാകും. ഇറാനുമായി കാലങ്ങളായുള്ള ബന്ധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധവും കാത്തു സൂക്ഷിക്കണം. സമാധാന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും ഇന്ത്യയിലേക്ക് വരാനിരുന്ന സഹായ വിമാനം ആക്രമിക്കപ്പെട്ടത് നയതന്ത്ര തലത്തിൽ വലിയ വെല്ലുവിളിയായി മാറുന്നു. അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള സാമ്പത്തിക രംഗത്തെ വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. മഷാദിലെ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ എങ്ങും ഭീതി പടർന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഉപരോധങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഏറുന്നു. അത്യന്തമായി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഇരകളാക്കപ്പെടുന്നത് നിസ്സഹായരായ മനുഷ്യരാണ്. മരുന്നും ചികിത്സയും എത്തിക്കാനുള്ള വഴികൾ പോലും കൊട്ടിയടയ്ക്കപ്പെടുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഭീഷണിയാണ്. ആഗോള സമൂഹം ഒരേ മനസ്സോടെ ഇടപെടുകയും നയതന്ത്ര ചർച്ചകളിലൂടെ ഈ സംഘർഷം പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ മേഖലയിലെ അശാന്തി ലോകമാകെ പടരുവാൻ അധിക സമയം വേണ്ടിവരില്ല. മാനുഷിക പരിഗണനകൾക്ക് സൈനിക താൽപ്പര്യങ്ങളെക്കാൾ മുൻഗണന ലഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിനിടയിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സഹായ വിമാനം ആക്രമിക്കപ്പെട്ടത് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തിൽ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. ചരിത്രപരമായി നോക്കിയാൽ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഇന്ത്യ എപ്പോഴും സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ദില്ലി ലക്ഷ്യമാക്കി നീങ്ങേണ്ടിയിരുന്ന ഒരു മാനുഷിക ദൗത്യത്തിന് നേരെ US ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ കേവലം ഒരു തന്ത്രപ്രധാന പങ്കാളി എന്നതിലുപരി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്ക് വന്നു ചേരും. ഇത് വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഒരു കടുത്ത പരീക്ഷണമാണ്. ഒരു വശത്ത് പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം എന്നീ മേഖലകളിൽ അമേരിക്കയുമായി ഇന്ത്യക്ക് ആഴത്തിലുള്ള പങ്കാളിത്തമുണ്ട്. മറുവശത്ത് ഊർജ്ജ സുരക്ഷയ്ക്കും പ്രാദേശികമായ തന്ത്രപ്രധാന താൽപ്പര്യങ്ങൾക്കും ഇറാനുമായുള്ള ബന്ധം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതവുമാണ്. ഇന്ത്യയിൽ നിന്ന് വരേണ്ടിയിരുന്ന മരുന്നുകളും മറ്റ് സഹായങ്ങളും തടസ്സപ്പെടുത്തിയ ഈ ആക്രമണം
അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ നയതന്ത്രപരമായ വീഴ്ചയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് വാഷിംഗ്ടണുമായുള്ള ഇന്ത്യയുടെ ചർച്ചകളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ മണ്ണിൽ വെച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സിവിലിയൻ ദൗത്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കവും ഗൗരവകരമാണ്. അമേരിക്കൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് ഒരു മെഡിക്കൽ സഹായ വിമാനമായതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ മാനുഷിക പരിഗണനകൾ ഉയർത്തിക്കാട്ടി ഇന്ത്യക്ക് അമേരിക്കയോട് വിശദീകരണം തേടാൻ കഴിയും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസതയെ നേരിയ തോതിൽ ബാധിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ബന്ധം തകരുവാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. പകരം ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഉറപ്പായിരിക്കും ഇന്ത്യ ആവശ്യപ്പെടുക. അമേരിക്കയിലെ നിലവിലെ ഭരണകൂടത്തിന്റെ ഇറാൻ നയങ്ങളോട് ഇന്ത്യ പൂർണ്ണമായും യോജിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇറാനിലെ ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത് സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള വിമാനം ലക്ഷ്യം വെക്കപ്പെട്ടത് ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പ്രകോപിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ സൈനിക നടപടികൾ ഇന്ത്യയുടെ സുരക്ഷയെയും താല്പര്യങ്ങളെയും ബാധിക്കുന്നുവെന്ന തോന്നൽ ശക്തമായാൽ അത് ക്വാഡ് പോലെയുള്ള കൂട്ടായ്മകളിലെ സഹകരണത്തെ പോലും ബാധിച്ചേക്കാം. എങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇത്ര പെട്ടെന്ന് തകരുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. ആഗോള രാഷ്ട്രീയത്തിൽ ചൈനയുടെ സ്വാധീനം തടയുക എന്ന ലക്ഷ്യം ഇരു രാജ്യങ്ങൾക്കും പൊതുവായുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാന ആക്രമണത്തെ ഒരു നിർഭാഗ്യകരമായ സൈനിക പിഴവായി കണ്ട് പ്രശ്നം പരിഹരിക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുക. ഇന്ത്യ ആകട്ടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തും. ചുരുക്കത്തിൽ മഷാദിലെ ആക്രമണം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പെട്ടെന്ന് ഒരു വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇത് ബന്ധം പൂർണ്ണമായും ഇല്ലാതാക്കിയില്ല എങ്കിലും അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നടപടികളിൽ ഇന്ത്യക്കുള്ള അതൃപ്തി പരസ്യമാക്കുവാൻ ഈ സംഭവം കാരണമാകും. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും പൗരന്മാരുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു സമവായത്തിനാകും ഇന്ത്യ വരും ദിവസങ്ങളിൽ ശ്രമിക്കുക. നയതന്ത്രജ്ഞരുടെ ചാതുര്യവും അമേരിക്കയുടെ മറുപടിയും അനുസരിച്ചായിരിക്കും വരും കാലത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗതി. ചരിത്രപരമായി പരിശോധിച്ചാൽ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴും വളരെ സംയമനത്തോടെയും നയതന്ത്ര ചാതുര്യത്തോടെയും കൂടി മാത്രം പ്രതികരിക്കുന്ന രീതിയാണ് ഭാരതം പിന്തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിമാനം ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഇന്ത്യ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് യുദ്ധത്തിൽ പങ്കുചേരാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. ഇന്ത്യയുടെ വിദേശ നയം എപ്പോഴും സമാധാനപരമായ സഹവർത്തിത്വത്തിലും തന്ത്രപ്രധാനമായ സ്വയംഭരണത്തിലും അധിഷ്ഠിതമാണ്. എന്നിരുന്നാലും ഈ സംഭവം ഇന്ത്യയുടെ സൈനിക ജാഗ്രത വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും തങ്ങളുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും നിരീക്ഷണം ശക്തമാക്കും. നേരിട്ട് യുദ്ധത്തിൽ പങ്കുചേരുന്നതിന് പകരം സ്വന്തം പൗരന്മാരെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികളിലാകും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലോകത്തെ ഒരു വൻ ശക്തി എന്ന നിലയിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ഒരു മധ്യസ്ഥന്റെ റോളാകും ഈ ഘട്ടത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ചുരുക്കത്തിൽ ദില്ലിയിലേക്കുള്ള വിമാനം ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രകോപനമാണെങ്കിലും അത് ഒരു യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയില്ല. വിവേകപൂർണമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ അമേരിക്കയോട് വിശദീകരണം തേടാനും ഇറാനുമായുള്ള ബന്ധം സുരക്ഷിതമായി നിലനിർത്താനാകും ഇന്ത്യ ശ്രമിക്കുക. വൈകാരികമായ തീരുമാനങ്ങളെക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും മുൻനിർത്തിയുള്ള തന്ത്രപരമായ നിശബ്ദതയോ അല്ലെങ്കിൽ സമാധാന ആഹ്വാനമോ ആയിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. യുദ്ധത്തിന്റെ ഭാഗമാകുന്നതിനേക്കാൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഗോള സമ്മർദ്ദത്തിന്റെ ഭാഗമാകാനാണ് ഇന്ത്യ എന്നും താല്പര്യപ്പെടുന്നത്. മറുവശത്ത് ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം ആഗോള സാമ്പത്തിക വിപണിയെയും എണ്ണവിലയും ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഖാർക്ക് ഐലൻഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ തകർക്കുമെന്ന ഭീഷണി ലോക രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ 47 വർഷത്തെ ഇറാന്റെ ഭീകര ഭരണത്തിന് അന്ത്യം കുറിക്കാനെന്ന പേരിൽ അമേരിക്ക നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. സൈനികമായ സമ്മർദ്ദവും നയതന്ത്രപരമായ അനിശ്ചിതത്വവും ഒരുപോലെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ നൽകുന്ന മാനുഷിക സഹായങ്ങൾ പോലും ലക്ഷ്യത്തിലെത്താതെ പോകുന്നത് ലോകം നേരിടുന്ന വലിയൊരു ദുരന്തമാണ്. യുദ്ധം വിതയ്ക്കുന്ന നാശനഷ്ടങ്ങൾക്കുമപ്പുറം മാനവികതയുടെ എല്ലാ വാതിലുകളും അടയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പ്രകടമാകുന്നത് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.